മരുമകന്റെ നിക്കറിലും കനമുണ്ട്. CMRL എക്സാലോജിക് മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയന്റെ മരുമകനും വീണയുടെ രണ്ടാം ഭർത്താവുമായ PA മുഹമ്മദ് റിയാസിലേക്ക് അന്വേഷണം വ്യാപിച്ചുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾ ശക്തമാക്കി. റിയാസിന്റെ ഭാര്യ വീണയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് കോഴിക്കോടുള്ള റിയാസിന്റെ അടുത്ത സുഹൃത്തുക്കളുടെയും സഹപാഠികളുടെയും എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ED വ്യാപക റെയ്ഡ് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. വീണയുടെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ED പിടിച്ചെടുത്ത ഡയറിയിൽ റിയാസിന്റെ സുഹൃത്തുക്കളായ ചില വ്യക്തികളുടെ അക്കൗണ്ടുകളിലേക്ക് എക്സാലോജിക് കമ്പനിയിൽ നിന്ന് പണം കൈമാറിയതായി കണ്ടെത്തിയിരുന്നു. ചോദ്യം ചെയ്യലിൽ ഈ പണം തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി നൽകിയതാണെന്ന് വീണ വ്യക്തമാക്കിയതോടെയാണ് റിയാസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടുകളിലേക്ക് അന്വേഷണം നീണ്ടത്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. നിഖിൽ, DYFI നേതാവ് നന്ദലാൽ, മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളും സഹപാഠികളുമായ ഷൈജൽ, വാരിഷ് കളത്തിങ്ങൽ, ഫൈബിഷ് മുഹമ്മദ്, ഫൈജാസ് എന്നിവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ED റെയ്ഡ് പൂർത്തിയാക്കി. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. എക്സാലോജിക്കിന്റെയും വീണയുടെയും അക്കൗണ്ടുകൾക്ക് പുറമെ റിയാസിന്റെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലെ പണവും ED മരവിപ്പിച്ചിട്ടുണ്ട്. വീണയെ ചോദ്യം ചെയ്തപ്പോൾ ഈ 4 പേരും റിയാസിന്റെ സുഹൃത്തുക്കളാണ്, അതിലൊരാൾ തൻ്റെ കൂടി സുഹൃത്തായിരുന്നു എന്നായിരുന്നു മറുപടി. തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനാണ് പണം കൈമാറിയതെന്നും വീണ പറഞ്ഞിരുന്നു. ചോദ്യം ചെയ്യലിനിടെ വീണയെ കൊണ്ട് ഇവരെ വിളിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ് വിവരം. റിയാസിന്റെ സുഹൃത്തുക്കളുമായുള്ള വീണയുടെ സാമ്പത്തിക ഇടപാടുകൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ED കണ്ടെത്തിയിരുന്നു. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീടുകളിൽ ഉൾപ്പെടെ ഇന്നലെ റെയ്ഡ് നടന്നു. രാവിലെ 6:30 തുടങ്ങിയ റെയ്ഡ് പലയിടത്തും രാത്രി 8:30 അവസാനിച്ചത്. നിഖിലിന്റെ ഫറോക്ക് കരുവൻതുരുത്തിലെ വീട്ടിലും അശോകപുരത്തെ ഫ്ളാറ്റിലും, KSK ഡെന്റൽ ആൻഡ് സർജിക്കൽ സ്ഥാപന ഉടമ ഷൈജലിന്റെ പൊറ്റമ്മയിലെ അപ്പാർട്ട്മെന്റ്, KSK ഡെന്റൽ ആൻഡ് സർജിക്കൽ സരോവരം റോഡ്, പന്തിരങ്കാവ് സ്വദേശി വാരിഷ് കളത്തിങ്കലിന്റെ ഉടമസ്ഥയിലുള്ള ക്യാപിറ്റൽ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, കാരാപ്പറമ്പ് സ്വദേശി ഫബീഷ് മുഹമ്മദിന്റെ വീട്, മുഹമ്മദ് റിയാസിന്റെ സഹപാഠി ഫൈജാസിന്റെ വീട് എന്നിവിടങ്ങളിലായിരുന്നു റെയ്ഡ് നടന്നത്. അതേസമയം എക്സാലോജിക് കേസിൽ ED നടത്തുന്ന റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലാണെന്ന് CPM ആരോപിച്ചു. CPMനെതിരെ സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയോടുകൂടി കേന്ദ്ര ഏജൻസികൾ കടന്നാക്രമണം നടത്തുകയാണെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. മുഹമ്മദ് റിയാസുമായി പരിചയമുണ്ടെന്നതിന്റെ പേരിൽ നിരവധി പേരുടെ വീടുകളിലും ഓഫീസിലും റെയ്ഡ് നടത്തുകയാണ്. CPM നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളവരെയെല്ലാം റെയ്ഡിന്റെ ഭാഗമാക്കി പുകമറ സൃഷ്ടിച്ച് പാർട്ടി വിരുദ്ധ മനസ്സ് രൂപീകരിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മുഹമ്മദ് റിയാസിനെതിരെ പറയുന്ന കാര്യങ്ങളിൽ ഒരു വസ്തുതയുമില്ല, എന്നാൽ അങ്ങനെ വരുത്തി തീർക്കാനാണ് EDയും കേന്ദ്ര സർക്കാരും ശ്രമിക്കുന്നത്. എക്സാലോജിക് കേസിൽ പാർട്ടിക്ക് പങ്കില്ല. രാഷ്ട്രീയ വേട്ടയാടൽ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയമായി നേരിടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എന്നാൽ വീണയുടെ സാമ്പത്തിക ഇടപാടുകൾ റിയാസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടന്നത് എന്ന തെളിവുകൾ EDക്ക് ലഭിച്ചതിനാൽ റിയാസിനെ നേരിട്ട് ചോദ്യം ചെയ്യുവാൻ ED ഒരുങ്ങുന്നതായാണ് വിവരം. തിരുട്ടു കുടുംബത്തെ സംരക്ഷിച്ച് ന്യായീകരിച്ച് പാർട്ടിയുടെ അടിത്തറ ഇളകിയിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ MV ഗോവിന്ദൻ ന്യായീകരണം തുടരുകയാണ്. പിന്നെ ഒരറിയിപ്പുണ്ട്, MA ബേബിയെ കാണുവാനില്ല. സഖാവ് MA ബേബിയെ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാക്കി അന്ന് കയറ്റിവിട്ടതാണ്. അതിനുശേഷം എവിടെയാണ്, എന്താണ്, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിവില്ല. കണ്ടുകിട്ടുന്നവർ എത്രയും വേഗം ആരെയെങ്കിലുമൊക്കെ വിളിച്ചറിയിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.